ഹലോ കൂട്ടുകാരെ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചുരക്ക ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് കൂടെ കുറച്ച് റവയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ചുരക്കയൊക്കെ വെറുതെ എടുത്ത് കളയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു നാലിലൊന്ന് ഭാഗം ചുരക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം വലിയൊരു ചുരക്കയുണ്ട്. അത് ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞ് അതിൻ്റെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത്യാവശ്യം ക്യൂബ്സ് ആയിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. റവ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മാത്രം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണേ. നമ്മുടെ ആ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ആക്കി എടുക്കും. അപ്പോൾ അതുവരെ ഒരു 10 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കാം. സമയമില്ലാത്ത ഒരു 5 മിനിറ്റ് വരെ വെച്ചാലും മതി. ഇപ്പോൾ ദാണ്ട ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട നമ്മുടെ ആ റവയും അരിപ്പൊടിയും ഒക്കെ ആ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ട വെള്ളം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുമേ. അപ്പോൾ ദാണ്ട ഞാൻ വീണ്ടും ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വേണ്ട ഇതുപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണേ. അപ്പോൾ ദാണ്ട ഇതുപോലെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ദാണ്ട ഞാൻ കാണിച്ചു തരാം. ദാണ്ട ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു ബാറ്ററാണ്. ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് കലക്കി വീണ്ടും അതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ലൂസ് ആയതുപോലെ തോന്നും, പക്ഷേ പാകമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കുറച്ചുകൂടെ ഒരു വലിയ പാത്രം എടുത്തായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. പിന്നെയാണ് എനിക്ക് അമ്മളി പിടികിട്ടിയത്. ഇത്തിരി കൂടെ വലിയൊരു പാത്രം എടുക്കായിരുന്നു. പിന്നെ ഞാനിനി മാറ്റാനൊന്നും പോയില്ല. അതിൽ തന്നെ അങ്ങ് മിക്സ് ആക്കി. അപ്പോൾ നമുക്കിനി ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമുക്ക് ഇതങ്ങോട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതങ്ങോട്ട് മാവങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ദോശയായിട്ട് ഇത് ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് വലുതാക്കുന്നില്ല. ഇത് ഒരു ഒരു സൈഡ് ഒന്നാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് അടുത്ത ദോശയും ചുട്ടെടുക്കാം. ഇതുപോലെ ദോശ പോലെ ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്നൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിലോ അല്ല ഡിന്നർ ആയിട്ട് കഴിക്കണമെങ്കിലോ ഒക്കെ പറ്റിയ നല്ലൊരു ദോശയാണ്. നല്ല ടേസ്റ്റാണ്. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ദോശ ഇതുവരെയും ഈ ചുരക്കയൊക്കെ വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്തായാലും ഇഷ്ടമാവും. പിന്നെ ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ ആ പാൻ ഒരുപാട് അങ്ങ് ചൂടാവരുത് കേട്ടോ. ഒരുപാട് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് പരത്തിയെടുക്കാൻ കഴിയില്ല. ഒരു മീഡിയം ചൂടായി കഴിയുമ്പോഴേക്കും മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കണേ. ഇപ്പോൾ ദാണ്ട നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്ത് കറി വേണമെങ്കിലും ഉപയോഗിച്ച് കഴിക്കാം കേട്ടോ. അപ്പം ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.